അങ്കമാലിയിൽ ബിരുദ വിദ്യാർത്ഥി ജസ്ലിനെ ഇടിച്ചിട്ട വാഹനം ഓടിച്ച പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ്. കോട്ടയം അതിരമ്പുഴ സ്വദേശി ഡോക്ടർ സിറിയക് പി ജോർജ് ആണ് വാഹനം ഓടിച്ചത്. ചാലക്കൽ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻസി വിദ്യാർത്ഥിയാണ്. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയെന്നും മദ്യപിച്ചതിന് തെളിവുകളില്ലെന്നും അങ്കമാലി SHO A രമേശ് പറഞ്ഞു. മോർണിംഗ് സ്റ്റാറിലെ സ്റ്റുഡൻ്റായ ജസ്ലിയ എന്ന പെൺകുട്ടിയുടെ അപകടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്ന് രാത്രി തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അത് രാത്രി ആയതുകൊണ്ട് തന്നെ വാഹനം ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം തൃശ്ശൂർ മുതലുള്ള CCTVs നോക്കി. എന്നിട്ട് നമുക്ക് അന്ന് രാത്രി അതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള CCTVs കുറവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ കിട്ടിയത് ആരാണ് വാഹനം ഓടിച്ചതെന്നും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സിറിയക്ക് എന്ന് പറയുന്ന ആളാണ്, കോട്ടയം സ്വദേശിയാണ്. അയാൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അതുകൂടാതെ ഇയാളുടെ ഓടിച്ചിരുന്ന വാഹനം എടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ തന്നെ നമ്മൾ വാഹനം കോടതി കൊടുത്തിട്ടുണ്ട്. നിലവിൽ ജാമ്യമില്ലാത്ത നോൺ ബെയിലബിൾ ആയിട്ടുള്ള സെക്ഷൻ 8 ആണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. സിറിയക്കൻ അന്വേഷിച്ച് പോലീസ് പാർട്ടി പുറത്തുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് കോടതിയിൽ ഹാജരാക്കി നമ്മൾ മറ്റുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. നരകത്തേക്കാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ തുടർന്നുണ്ടാവും. പ്രതിയെ പിടികൂടാത്തതിൽ ജസ്ലിന്റെ സഹപാഠികൾ അങ്കമാലി പോലീസ് സ്റ്റേഷന് ഉപരോധിച്ചിരുന്നു. അർജുൻ മട്ടന്നൂര് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജസ്ലിന്റെ പ്രിയപ്പെട്ടവരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഈ പ്രതിയെ പിടികൂടാത്തതിൽ ഉണ്ടായിരുന്നത്. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് SHO സ്ഥിരീകരിക്കുകയാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രതി പിടികൂടാനായിട്ടില്ല. ഒളിവിലാണ് പ്രതിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അർജുൻ? കഴിഞ്ഞ 4 ദിവസമായി ഈ പ്രതി ഒളിവിലാണ്. മാത്രവുമല്ല, ഈ സംഭവം നടന്ന അങ്കമാലിക്കടുത്തുള്ള ചാലക്കൽ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻസി വിദ്യാർത്ഥിയാണ്, ഡോക്ടർ കൂടിയാണ് ഡോക്ടർ സിറിയക്ക്. ഈ ഡോക്ടർ സിറിയക്കാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ഈ സിറിയക്കിൻ്റെ പിതാവിൻ്റെ പേരിലാണ് വാഹനം ഉണ്ടായിരുന്നത്. ഈ വാഹനം പോലീസ് ഇന്നലെ തുറവൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ വാഹനം അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഏത് വാഹനമാണ് എന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് CCTV ക്യാമറകളടക്കം പരിശോധിച്ചാണ് ഈ പോലീസ് ഈ വാഹനം കണ്ടെത്തിയത്. അതിനുശേഷം ഈ പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു. ഒപ്പം മറ്റൊരു വിദ്യാർത്ഥി കൂടി ഉണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥിയുടെ മൊഴിയും വിശദമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ഇയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് തന്നെ പോലീസിന് മുന്നിൽ ഹാജരാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബത്തിനടക്കം നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഹാജരായേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ 28-ാം തീയതി വൈകിട്ടാണ് ഈ ജാസ്ലിയ ഇത്തരത്തിൽ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് നടന്നു പോകും വഴി റോഡരികിലൂടെ നടന്നു പോകുമ്പോഴാണ് അമിത വേഗതയിൽ വന്ന ഈ മഹീന്ദ്ര XUV വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. അതിനുശേഷം വാഹനം നിർത്താതെ പോവുകയായിരുന്നു. ഏതാണ്ട് 3 ദിവസത്തോളം വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്നലെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. അതിനുശേഷമാണ് ഈ കുടുംബം, ജാസ്ലിയുടെ കുടുംബം അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി തയ്യാറായത്. അതിനെ തുടർന്ന് ഇരു കണ്ണുകൾ, അതോടൊപ്പം തന്നെ കരൾ, വൃക്ക എന്നീ അവയവങ്ങൾ ദാനം ചെയ്യുകയും ചെയ്തു. ജാസ്ലിയുടെ സംസ്കാര ചടങ്ങ് അല്പസമയത്തിനകം തന്നെ നടക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ ഈ ജാസ്ലിയെ പഠിക്കുന്ന മോർണിംഗ് സ്റ്റാർ കോളേജിൽ പൊതുദർശനത്തിന് കൊണ്ടുവന്നപ്പോൾ വൈകാരികമായ സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളടക്കം അധ്യാപകരടക്കം പൊട്ടിക്കരയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം മൃതദേഹം വൈപ്പിൻ എടവനക്കാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും.